ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് ഉണ്ട്, റണ്ണേഴ്സ് ഉണ്ട്, ടേബിൾ ക്ലോത്ത് ഉണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ സത്യമാട്ടോ. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കണ്ണിൽ കാണുന്ന ഓരോ ഭംഗിയാണല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഇനി തണുപ്പൊക്കെ വരാൻ പോവാം. അപ്പൊ ഇതുപോലെ നല്ല കംഫർട്ടേഴ്സ് നമ്മുടെ കയ്യിൽ കിങ് സൈസിൽ അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ള കംഫർട്ടേഴ്സ് ആണ്, മൈക്രോ ഫൈബർ ഫില്ലിങ്സ് ആണ്. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ടിരിക്കും കേട്ടോ. ഞാനിത് വിരിച്ച് കാണിക്കാത്ത എന്നാന്നറിയാമോ, മടിയായിട്ടൊന്നും അല്ല കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് സാധനം എന്നാന്ന് മനസ്സിലായല്ലോ. തിരിച്ചു മടക്കാൻ കുറച്ച് പാടാണ്. അപ്പൊ നല്ല ഫ്രഷ് ആയിട്ടിരിക്കണല്ലോ ഇത് കാണുമ്പോൾ. പിന്നെ ഉള്ളത് നല്ല ഭംഗിയായിട്ടുള്ള പിസ്ത ഗ്രീനില് ക്യൂൺ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള, ഇന്ന് ഞാൻ സൈസ് കറക്റ്റ് ആയിട്ട് പറയുകയാണെ, ഇതിന്റെ കിങ് സൈസ് അവൈലബിൾ അല്ല. ക്യൂൺ സൈസിൽ ജക്കാർഡ് മെറ്റീരിയൽ, അതായത് കോട്ടൺ ആണ്, അറ്റ് ദ സെയിം ടൈം കുറച്ച് സോഫ്റ്റ് ആണ്. ജക്കാർഡ് മെറ്റീരിയൽ ഈ ഒരു ക്രോസ് സ്റ്റിച്ച് ചെയ്ത ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും ഉണ്ടാവും. അത് തന്നെയല്ല, ഇത് കണ്ടോ, ഇത് എന്താണെന്നറിയാമോ, ഈ 9 പൂക്കളാണ് ഇതിനകത്തുള്ളത്. ഈ വലിയ പില്ലോ കവറിൽ ഓരോ പൂക്കൾ നന്നായിട്ടുണ്ട് കേട്ടോ. അത് കറക്റ്റ് നല്ല ഭംഗിയായിട്ട് എൻഹാൻസ് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം പ്രീമിയം കാറ്റഗറിയിലുള്ള ബെഡ്ഷീറ്റ് ആണ്. ഇനിയുള്ളത് അടുത്ത ഷീറ്റ്, ക്രിസ്മസ് അല്ലേ, അപ്പൊ എന്തായാലും ക്രിസ്മസിന് വിരിക്കാൻ നല്ല റെഡ് ബെഡ്ഷീറ്റ്, അത് നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആട്ടോ. ക്യൂൺ സൈസും കിങ് സൈസും അവൈലബിൾ ആണ്. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ നിങ്ങൾ ഇതുണ്ട്, സ്നോ ഫ്ലേക്സിന്റെ നല്ല ഗോൾഡൻ കളറിൽ ഇത് ഫുള്ള് ത്രെഡ് ആണ് കേട്ടോ. പിന്നെ ഒരിടത്ത് ഇങ്ങനെ ഒരു ലൈൻ പോയിട്ടുണ്ട്, അത് ഒരു അതിനകത്ത് അങ്ങനെ ഉള്ളതാ, ഈ തുണിക്കകത്ത് അങ്ങനെയുള്ള. ഇതിന്റെ റേറ്റ് വന്നിട്ട് 1690 പ്ലസ് ഷിപ്പിംഗ് ആട്ടോ. നല്ല ഭംഗിയായിട്ട് റെഡ് കളറിലുള്ള ഈ ഒരു ഷീറ്റിന് കേട്ടോ. നല്ല രസമാട്ടോ. കിങ് സൈസും ക്യൂൺ സൈസും അവൈലബിൾ ആണ്. സെന്റർ പോർഷൻ വന്നിട്ട് ഇതുപോലെ ഈ ഒരു ഷീറ്റ്, ഇതൊരു നല്ലൊരു ഡീലാണ് കേട്ടോ. അപ്പൊ ആദ്യം അടിച്ചത് നമ്മുടെ കയ്യിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ തീർന്നായിരുന്നു. അപ്പൊ പൂക്കൾ, അന്നത്തെ പൂവും ഇന്നത്തെ പൂവിനകത്തും വെള്ളയ്ക്ക് പകരം പച്ചയും പച്ചയ്ക്ക് പകരം വെള്ള അടിച്ചിരിക്കുന്ന അത്രേ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പൊ അന്ന് കണ്ടവർക്ക് അത് മനസ്സിലാവും അതിന്റെ വ്യത്യാസം എന്താണേ. ഇനി നല്ല ഒരു കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. നല്ല ചെറിയ ടൂലിപ്പിന്റെ നല്ല പടമുള്ള, ഇതിന്റെ സെന്റർ പോർഷൻ ഉണ്ടല്ലോ, ഈ ബെഡ്ഷീറ്റിന് സെന്റർ പോർഷൻ ലൈറ്റ് വെയിറ്റ് ആണ്. സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു ഗ്രീൻ ആണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇനിയുള്ളത് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ആണോ എന്ന് ചോദിച്ചാൽ ക്രിസ്മസ് സ്പെഷ്യൽ ആണെന്ന് പറയാം, അല്ലാതെയാണോ എന്ന് ചോദിച്ചാൽ അല്ലാതെയാന്ന് പറയാം. നല്ല ഭംഗിയായിട്ടുള്ള, ഇതുകൊണ്ട് എന്ത് രസത്തിലുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ്, അല്ലാതെ ഉപയോഗിക്കാം, നല്ല ക്രിസ്മസിന് വെറൈറ്റി ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് എപ്പോഴും ക്രിസ്മസിന് വലിയ ഫ്ലവേഴ്സ് ഒക്കെ അല്ലേ നമ്മൾ കണ്ടോണ്ട്. ഇപ്രാവശ്യം മാഗ്നിസ്കേപ്സിലെ ക്രിസ്മസ് ബെഡ്ഷീറ്റ് ഒക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആയിരുന്നു. നമുക്ക് കോമൺലി കാണാൻ പറ്റത്തില്ലാത്ത ഒരുപാട് ഷീറ്റ്സ് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. തമ്പുരാന്റെ കൃപയിൽ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ കഴിഞ്ഞു. പക്ഷെ ഇനി ഈ ഒരു 10 ദിവസം ഉണ്ടല്ലോ, ആ 10 ദിവസത്തിനുള്ള 4 പ്രിന്റും കൂടെ ഞാൻ ഈ 2-3 ദിവസങ്ങളിൽ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നാളെ മറ്റന്നാളും ആയിട്ട് കാണിക്കും കേട്ടോ. അപ്പം അത് 4 പ്രിന്റ് ഉള്ളു കേട്ടോ, ബാക്കി വേറെ ഒന്നുമില്ല. അത് നമ്മൾ ഇന്നും നാളെയും കൂടെ ആയിട്ട്, ഇന്ന് ഇനി പറ്റത്തില്ല, ഇന്ന് രാത്രിയിലും നാളെ രാത്രിയിലും കൂടെ ആയിട്ട് എനിക്ക് തോന്നുന്ന മറ്റന്നാളായിരിക്കും ഞാനത് കാണിക്കുന്നത്. അപ്പോഴും നമുക്ക് ക്രിസ്മസിന് മുമ്പ് എത്താൻ പറ്റുന്നോള് തന്നെ നമ്മളിത് പാസ്റ്റിലയക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിന്റ് ആട്ടോ. ഇത് നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. 2 വലിയ പില്ലോ കവേഴ്സ് ആണ്. ഞാൻ എന്നെ തന്നെ അങ്ങനെ പറയുന്നതല്ല കേട്ടോ, എനിക്ക് ആ ഷീറ്റിന്റെ ഭംഗി എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ. അത് നമുക്ക് വന്നായിരുന്നു, ആ പ്രിന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് തന്നെ റിപ്പീറ്റ്ലി ചോദിച്ച ആൾക്കാർ വരുന്നുണ്ട്. അത് നമ്മൾ സംഘടിപ്പിക്കുക കേട്ടോ. ബോർഡർ കളറൊക്കെ പച്ചയോ നീലയോ ഒക്കെ ആണെന്നാ തോന്നുന്നേ. അത് മിക്കവാറും ഞാൻ ഗ്രീൻ ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ, വ്യത്യാസം ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കണ്ടോ, അടുത്ത ഷീറ്റ് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളറാണ്. റേറ്റ് വന്നിട്ട് 695 രൂപയാണ്. ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. ഈ ക്യൂൺ സൈസിന് മെഷർമെന്റ് ഉണ്ടല്ലോ 90 into 100 inches ആട്ടോ. ഇന്ന് എൻ്റെ മനസ്സിലില്ലേ വേറെ ഏതാണ്ടൊക്കെ ആലോചനകളാകട്ടെ. അതുകൊണ്ട് ടോട്ടലി ഒരു എന്താ പറയുന്നത്, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നു. ചില ദിവസം ഭയങ്കര ഡിസ്റ്റർബ്ഡാ. അപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ദിവസങ്ങളില്ലേ. അപ്പോൾ നമ്മളത് ശരിയാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ ആലോചിക്കുവേ. അപ്പോൾ ആ ശരിയാക്കാൻ വേണ്ടി എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിൽ ഞാൻ ഇച്ചിരി ഡിസ്റ്റർബ്ഡ് ആണെന്ന് എനിക്ക് തന്നെ തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോ കാണുന്ന ചില ആൾക്കാർക്ക് മനസ്സിലാവും ഡിസ്റ്റർബൻസ് എന്താണെന്ന് ചോദിക്കരുത് കേട്ടോ. അപ്പോൾ നല്ല
ഭംഗിയായിട്ടുള്ള ചില സമയത്ത് നമ്മളില്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയും നമ്മൾ വിചാരിക്കുന്ന പോലെയും ഒന്നും കാര്യങ്ങളൊന്നും നീങ്ങത്തുണ്ടാകത്തില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മളിലോട്ട് വരുന്നുണ്ടാകത്തില്ല. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം അതൊന്നും ആലോചിച്ച് വിഷമിക്കാതെ ഞാൻ എന്നോട് നിങ്ങളോടും കൂടെ അതൊന്നും ആലോചിച്ച് വിഷമിക്കാതെ നമ്മൾ മിടുക്കരായിട്ട് ചാടിത്തുള്ളി സന്തോഷത്തോടെ ഇരിക്കണം. ഇത് ഞാൻ നിങ്ങളോടും എന്നോടും കൂടെ ഇന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. നമ്മളെല്ലാവരും അങ്ങനെ വേണം കേട്ടോ. നമ്മൾ തന്നെ നന്നായിട്ട് നോക്കണം കേട്ടോ. അത് തടി കുറയുവാണ്, തടി കൂടുതലാണ്, അങ്ങനത്തെ നോട്ടമല്ല. ഹൃദയം എന്ന് പറയുന്ന സൂത്രമുണ്ട്, അതിനെ നല്ലതായിട്ട് നോക്കണം കേട്ടോ. നല്ല രസമായിട്ടുള്ള നല്ലതായിട്ട് തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് കാലത്ത് നമ്മൾ തെങ്ങിൻ്റെ ചോട്ടിൽ പോയിരുന്ന് നമ്മൾ ഇരിക്കുമായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ നിന്നുള്ള ആൾക്കാർ എന്ത് പറയും? തേങ്ങ ചാട് മാറിയിരിക്ക്, ഇത് തെങ്ങ് പോലെ ഒരു തെങ്ങാണ്, പക്ഷെ ഇതിനകത്ത് തേങ്ങയില്ലാത്ത തെങ്ങാട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനാ. സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളറാണ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആട്ടോ. ഇതുണ്ട് ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ, കള്ളത്തരം കാണിക്കുന്നുണ്ടോ കേട്ടോ. ഇതുണ്ട് നല്ല കുഞ്ഞു റോസാപ്പൂ കണ്ടോ, നല്ല പിങ്ക് റോസാപ്പൂ. പിങ്ക് റോസാപ്പൂ ഒക്കെ വെച്ച് നമ്മൾ കോളേജിലൊക്കെ പോയ കാര്യമൊക്കെ ആലോചിച്ച് നോക്കി. ഞാൻ പോയിട്ടില്ല കേട്ടോ, ആൻറ്റിമാരൊക്കെ പോയിട്ടുണ്ടാവേ. ഇതുണ്ട് നല്ല രസമായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള നല്ല രസം. എൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, പുള്ളിക്കാരിക്ക് ഒരുപാട് മുടിയുണ്ടായിരുന്നു. നല്ല പിന്നിക്കെട്ടി അന്നത്തെ ഒരു റോസാപ്പൂ സൈഡിൽ ഇങ്ങനെ വെച്ച് ഒന്നെങ്കിൽ വെള്ള അല്ലെങ്കിൽ പിങ്ക് വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോകുന്ന വലിയ സ്റ്റൈലായിട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ അഡ്മയർ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ വലുതാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് തോന്നിയപ്പം അന്നേരം ആരും അത് വെച്ചില്ല. അപ്പം ഞാനും വെച്ചില്ല. ഇപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് ആഗ്രഹമൊക്കെ ഉണ്ട്. ഞാനും ഒരു ദിവസം പൂവൊക്കെ വെക്കും കേട്ടോ. ഇതുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ്. ക്രിസ്മസ് ആകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ടൂറൊക്കെ പോകണം, ആൾക്കാരെയൊക്കെ പോയി നന്നായിട്ട് കാണണം. മാഗ്നസ് കേവ്സ് വരാൻ ആഗ്രഹമുള്ളവർ വരണം കേട്ടോ. ആഗ്രഹമുള്ളവരെന്നല്ല, വന്ന് സാധനങ്ങൾ തൊട്ട് വാങ്ങിക്കാൻ വേണ്ടി എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡ്, നമ്മുടെ വൈറ്റിലയിൽ നിന്ന് വരുമ്പോഴും കടവന്ത്രയിൽ നിന്ന് വരുമ്പോഴും മെട്രോ പില്ലർ നമ്പർ 795 സൈഡിലുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ്. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മുടെ വീട് എന്താ പറയുന്നത്, ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിലാണ് നമ്മുടെ കടയുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് ശരിക്കും ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ പേ ആൻഡ് പാർക്ക് എന്നൊരു സൗകര്യമുണ്ട്. അവിടെ നിങ്ങൾ പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ വന്നാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം കേട്ടോ. അപ്പം വണ്ടി പാർക്ക് ചെയ്ത് അവിടുന്ന് റെസിപ്റ്റ് മേടിച്ച് വന്നാൽ മതി കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ നല്ല ഏരിയ ആണ്, കൊമേഴ്ഷ്യലായിട്ട് നല്ല ഏരിയ. അപ്പോൾ ഫുള്ള് വണ്ടികളാണ്. പക്ഷേ എൻ്റെ ഫ്രണ്ടിലൊന്നും എൻ്റെ ബാക്കിലും 25-40 വണ്ടിക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കാണണം. ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കല്ലേ ടാനിയ, അതുപോലെ നിങ്ങളും ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കണ്ട, നല്ല സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. താങ്ക് യു.